വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 ഞാലിപ്പൂവൻ പഴം കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പഴവും പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ പൊരിയവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അവിൽ മിൽക്കിന് വേണ്ടി പൊരിയവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ആപ്പിൾ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് മേലായിട്ട് ഞാൻ കുറച്ചും കൂടെ പൊരിയവിൽ ഇട്ടിട്ട് നമ്മൾ അടിച്ചു വെച്ച ഈ പാലിൻ്റെയും പഴത്തിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ ആ പൊരിയവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ആപ്പിളും അതുപോലെ കുറച്ച് കോൺഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടല വറുത്ത് വെച്ചതുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞെടുത്ത കടലയാണ്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. തണുത്ത പാൽ, തിളപ്പിച്ചാറിയ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പാൽ കൂടെ ഒഴിച്ചാൽ അതെല്ലാം കൂടെ മിക്സായി പോകും. അപ്പോൾ ഞാൻ മറ്റുള്ള ഗ്ലാസ്സിലൊക്കെ ഇതുപോലെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലേക്സ് അതുപോലെ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് റെഡിയായി. ഇതിൻ്റെ മേലായിട്ട് നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഭംഗിയാക്കാൻ പറ്റുന്ന ഷുഗർ ബൗൾസ് എൻ്റെ കയ്യിലുള്ളത് അതൊക്കെ വെച്ച് ഭംഗിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ കുറച്ചുകൂടെ തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് പാൽ ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.